നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മാർച്ച് മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പറ്റിയൊരു മാസമാണ്. കാരണം എന്താ വെച്ചാൽ 9ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നുണ്ട്. അപ്പോൾ വ്യാഴപ്രീതിയുണ്ട്. അതേപോലെ തന്നെ 6ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശനിപ്രീതിയുണ്ട്. അനുകൂലമായിരിക്കുന്ന നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ കാരണം നല്ല രീതിയിൽ ശുഭകർത്തരി യോഗം ചെയ്ത് വ്യാഴം നിൽക്കുന്നതിനും കർമ്മസംബന്ധമായിട്ട് തൊഴിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുള്ള മാസമാണ്. എന്നാൽ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5ാം ഭാവത്തിൽ ചൊവ്വയും രാഹുവാണ് ഭാഗ്യാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗ്യവും അനുഭവിക്കാനും വളരെ കാൽക്കുലേഷനോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവുണ്ടാകുമെങ്കിലും ടെൻഷൻ വിട്ടുമാറില്ല. കാരണം ചൊവ്വയുടെ ശത്രുവായിട്ടുള്ള രാഹുവിനോട് ചേർന്നാണ് ചൊവ്വ 5ാം ഭാവത്ത് നിൽക്കുന്നത്. ഇപ്പോൾ മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവും. അതേപോലെ ബാധാസ്ഥാനത്ത് നിൽക്കുന്ന കേതു മാനസിക കാലിന് മുട്ടിന് താഴോട്ടുള്ള ഭാഗത്ത് വേദന ഉണ്ടാക്കുക, ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. ശത്രുസ്ഥാനത്താണ് 5ാം ഭാവാധിപതി ശനി നിൽക്കുന്നത്. അത് സൂര്യനോട് ബാധകാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് ശത്രുദോഷം കണ്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ശുക്രനോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനസിക ടെൻഷനാകാം. ഈ രീതിയിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷനും ശത്രുദോഷം കാരണം കൊണ്ടുള്ളത് കാരണം ശത്രുദോഷ പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലഗ്നാധിപതി ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നത്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്ന സമയമാണ്. ജലചരധന ഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് ശുക്രൻ 6ാം ഭാവത്തിൽ പോയി നിൽക്കുന്നത്. പക്ഷേ ശനിയോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ചെറിയൊരു സന്യാസ യോഗമുണ്ട്. അപ്പം ശനി മാത്രമല്ല, ശനിയോട് ചേർന്നിട്ട് 15ാം തീയതിക്ക് ശേഷം സൂര്യനും കൂടി വരും. അപ്പോൾ സൂര്യനും ശനിയും പരസ്പര ശത്രുക്കളായത് കാരണം കൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുക എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ അലസത, നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യത, ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ, പുതിയ പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടാകുകയും അത് നിമിത്തമുള്ള മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ അനുഭവിക്കാനായിട്ട് വരികയും ചെയ്യാനും സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ കുറച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്യണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകവും നെയ്വിളക്കും കഴിപ്പിക്കണം. ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു 11ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം കുറച്ച് കൂടുതലാണ്. കാരണം ബാധകാധിപതി ശത്രുസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. സുദർശന പുഷ്പാഞ്ജലി നെയ്വിളക്കൊക്കെ വിഷ്ണു ക്ഷേത്രത്തിലും അഘോര പുഷ്പാഞ്ജലി നെയ്വിളക്കും ശിവക്ഷേത്രത്തിലും ചെയ്യണം. നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇങ്ങനെ നല്ല പ്രാർത്ഥന, വഴിപാട്, ക്ഷേത്ര ദർശനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഈ പറയുന്ന രീതിയിലുള്ള കുറച്ച് തടസ്സങ്ങളുള്ളത് കാരണമുണ്ട്. ഏകാഗ്രത കുറവ് പോലെയുള്ള കാര്യങ്ങൾ, പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടുന്നതിനുള്ള പ്രശ്നങ്ങൾ, ഇതുകൊണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ്. എന്നാൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനുള്ള യോഗവും, തൊഴിലിൽ സ്ഥാനക്കയറ്റം, സാമ്പത്തികമായിരിക്കുന്ന നേട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗം ഒരു മാസമാണ്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.